ബേപ്പൂരിൽ പ്രചാരണ രംഗത്ത് സജീവമായി പി.വി. അൻവർ ഇന്ന് ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെ സന്ദർശിച്ച് ജനങ്ങളുടെ വികസന കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിലെത്തി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. റീലുകൾ മാത്രമാണ് ബേപ്പൂരിലെ എം.എൽ.എ ഇറക്കിയതെന്നും വികസന രംഗം ശൂന്യമാണെന്നും പി.വി. അൻവർ മീഡിയ വണ്ണോട് പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിനെതിരായ കൊടുങ്കാറ്റ് ബേപ്പൂരിൽ അടിക്കുമെന്നും പി.വി. അൻവർ പ്രതികരിച്ചു. നമ്മളിപ്പോഴുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ പുലിമുട്ടിലാണ്. ബേപ്പൂർ പുലിമുട്ടിൽ ഒരു പുലി കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. പി.വി. അൻവർ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മത്സരമൊന്നും പ്രഖ്യാപിച്ചില്ല, തീരുമാനിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ബേപ്പൂരിൽ സജീവമാവുകയാണെന്ന് തോന്നുന്നു. എന്താണ്, ഇലക്ഷനായിട്ട് ഇറങ്ങിയതാണോ അതോ എങ്ങനെയാണ്, മണ്ഡലം ഒന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണോ? ബേപ്പൂർ കല്യാണത്തിന് വന്നതാ. അപ്പോൾ ഇവിടെ നല്ല കല്ലുമ്മക്കായ കട്ടൻ ചായയും കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ, കട്ടൻ ചായ നമ്മളൊരു വീക്ക്നെസ്സാ, കല്ലുമ്മക്കായും അത് കഴിക്കാച്ച് വന്നതാ. നേരത്തെ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിൽ പോവുകയും പ്രവർത്തകരെ കാണുകയൊക്കെ ചെയ്തായിട്ടും അറിഞ്ഞു. അത് ഇവിടെ ആയിട്ടല്ല, പല ബ്ലോക്ക് ഓഫീസിൽ ഞാൻ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും വന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ബേപ്പൂർ വന്ന് നിൽക്കുമ്പോൾ ബേപ്പൂരിൻ്റെ ഒരു വികസന സാധ്യതകൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ എന്താ പറയുന്നത്? അല്ല, ബേപ്പൂരിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസം സെൻട്രലൈസ് ചെയ്യാൻ മാത്രം ശ്രമിച്ച ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒട്ടനവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും ഭരണകക്ഷി എം.എൽ.എ മന്ത്രി കടന്നിട്ടില്ല എന്നാണ് പൊതുവിൽ ജനങ്ങൾ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ മലബാറിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത്. ഇന്നൊരൊറ്റ ഫാക്ടറി ഇല്ല. പിന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ സ്റ്റീൽ ഫാക്ടറിയാണ്. അത് അടച്ചു പൂട്ടിയിട്ട് വർഷങ്ങളായി. ലോകമറിയുന്ന ബേപ്പൂരിൻ്റെ സ്ഥിതി ഇപ്പം എന്താ നമ്മൾ പരിശോധിച്ചാൽ മതി. ആ പോർട്ടുകൾ കംപ്ലീറ്റ് എന്താ പറയുക അടഞ്ഞുപോയി, ഒരു പ്രവർത്തനവുമില്ല. ഇവിടെ ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങളായി, ഒരാൾക്കും ഇപ്പോഴും ഉപകാരപ്പെട്ടിട്ടില്ല. ഇതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് ഈ റീൽസിൽ മാത്രം ഇത് മിന്നിമറയാണ്. ഇത് മിന്നിമറച്ചിലാണ്. അടിയിലേക്ക് വന്നു നോക്കിയാൽ ഒന്നുമില്ല, മരുഭൂമിയാണ് ഇവിടെ. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 28,000-ലധികം ഭൂരിപക്ഷമാണ് എൽ.ഡി.എഫ് വിജയിച്ച മണ്ഡലമാണ്, റിയാസ് വിജയിച്ച മണ്ഡലമാണ്. അവിടെ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ താങ്കൾ തീരുമാനിച്ചില്ലെങ്കിൽ പോലും മത്സരം വരെയാണ്, നിയമസഭ വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ ശരിക്കും അങ്ങനെ ആ ഒരു പൊളിറ്റിക്കൽ സാധ്യത? അല്ല, ആ മത്സരം നടന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണല്ലോ. കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജനവും പിണറായിസവും തമ്മിലാണ്. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് ജനമാണ്, മറുഭാഗത്ത് മരുമകനും പിണറായിയാണ്. ജനവിരുദ്ധ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ താഴെ ഇറക്കി കേരളത്തെ രക്ഷിക്കാൻ ജനങ്ങൾ ആ വോട്ടിംഗ് ദിവസം അവരുടെ രാഷ്ട്രീയം മാറ്റിവെക്കും. 20,000 അല്ല 50,000 ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. കൊടുങ്കാറ്റടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബേപ്പൂരിൽ ഏതെങ്കിലും ഒരു കപ്പൽ ഇവിടെ എവിടെയെങ്കിലും നങ്കൂരിട്ടിട്ടുണ്ടെങ്കിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തെ ആ കൊടുങ്കാറ്റിൽ ആ കപ്പൽ ബേപ്പൂരങ്ങാടിക്ക് കയറി നിൽക്കും. ഓക്കെ, എന്തായാലും വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ UDF വിജയിക്കുന്നുള്ള ആത്മവിശ്വാസമാണ് പി.വി. അൻവർ പങ്കുവയ്ക്കുന്നത്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.